ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശോഭ. ഇതെന്റെ ഹസ്ബൻഡ് മന്മഥൻ. ഇന്ന് പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് എന്നെ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനമായത്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന പച്ചക്കറികൾ എന്തുമാത്രം വിഷം കലർന്നതാണ്. അത് പത്രത്തിൽ ഇന്നൊരു പ്രധാന വാർത്തയായിരുന്നു. നമുക്ക് ഒരല്പം നമ്മൾ മനസ്സ് വെക്കാമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ വളരെ പ്രയാസം കൂടാതെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ വിളവ് കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത്. ഇന്ന് എനിക്ക് വളരെ കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല എങ്കിലും പടവലം കുറച്ച് കൂടുതൽ പടവലം കിട്ടി. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറ്, കത്തിരിക്ക, പാവയ്ക്ക ഒരെണ്ണേ ഉള്ളൂ. അതുപോലെ തന്നെ കോവലും കുറച്ച്, അഗസ്തിക്കീര, ചീര, പച്ചമുളക്, വെണ്ടയ്ക്ക, അമരയ്ക്ക വളരെ കുറച്ചാണ്. ഒരുപാട് നമ്മൾ വളർത്തി കഴിയുമ്പോൾ ഇത്രയൊക്കെ അമരയ്ക്ക കിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വിഷമില്ലാത്ത പച്ചക്കറികൾ. ഇന്നത്തെ പത്രവാർത്ത പ്രധാന വാർത്തയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം അത് എന്തുമാത്രം മാരകമായി നമ്മെ ബാധിക്കുന്നു എന്നുള്ളത് പത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരല്പം സമയം മെനക്കെട്ടാൽ നമുക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് എനിക്ക് കിട്ടിയ വിളവുകളാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വലിയ പ്രയാസമൊന്നും ഇല്ലാതെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇത്.